ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ അശ്വത്ഥാത്മാവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് 1-2 ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, കൽക്കിയെ പറ്റി ഒരു വീഡിയോ ഇടാമോ, കൽക്കിയുടെ കഥയും മറ്റൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും കൽക്കിയെ പറ്റി ഒരു വീഡിയോ ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കൽക്കിയുടെ കഥയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ബേസിക് കുറച്ചൊരു പ്രീ അണ്ടർസ്റ്റാൻഡിങ് വേണം ചില കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഒന്ന്, ഈ സമയം, അതായത് എങ്ങനെയാണ് ഹിന്ദു പുരാണങ്ങൾ സമയത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, കാലത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാലത്തിന് മൊത്തത്തിൽ ഹിന്ദു മിത്തോളജി അനുസരിച്ച് 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, 4 യുഗങ്ങളായിട്ട്. ഒന്ന് സത്യയുഗം, പിന്നെ 3-മത്തത് ദ്വാപരയുഗം, 4-മത്തത് കലിയുഗം ആണ്. അപ്പോൾ കലിയുഗത്തിലാണ് നമ്മൾ കറൻ്റ്ലി ജീവിക്കുന്നതെന്നാണ് ഹിന്ദു മിത്തോളജിയുടെ അസംഷൻ. അപ്പോൾ ഈ യുഗങ്ങളിൽ, ഈ 4 യുഗങ്ങളിൽ പല സ്റ്റേജുകളിലായിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ ഉണ്ടാകുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ തുടങ്ങി പരശുരാമൻ, രാമൻ, ശ്രീരാമൻ, അങ്ങനെ 8-മത്തെ ശ്രീകൃഷ്ണൻ വരെയുള്ള അവതാരങ്ങൾ വളരെ ക്ലിയറാണ്. 10-മത്തെ കൽക്കിയും വളരെ ക്ലിയറാണ്. 9-മത്തെ അവതാരത്തിനെ പറ്റി ഒരു ഡിബേറ്റ് പല ഏരിയാസിൽ നടക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് അത് ബുദ്ധനാണെന്ന്, ചിലർ പറയുന്നുണ്ട് അല്ല ബലരാമനാണെന്ന്. അങ്ങനെ പല അതൊരു ഡിഫറെൻറ്റ്. എപ്പോഴും മഹാഭാരതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജി നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്റ്റോറി ലൈനാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. കൽക്കി എന്ന് പറയുമ്പോഴത്തേക്കും മഹാവിഷ്ണുവിൻ്റെ 10-മത്തെ അവതാരമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 കാലങ്ങളായിട്ട്, 4 യുഗങ്ങളായിട്ട് സമയത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ 4-മത്തെ യുഗം, കലിയുഗത്തിൻ്റെ അവസാനമാണ് വീണ്ടും ഒരു റീസെറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റീസെറ്റ് പ്രോസസ്സിൻ്റെ ഇനിഷ്യേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൽക്കി അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൽക്കിയുടെ കഥയിലേക്ക്. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് കലിയുഗത്തിൽ കലി എന്ന് പറയുന്ന രാജാവിൻ്റെ റൂൾ, അയാളുടെ അധർമ്മപരമായ അധർമ്മപരമായ റൂൾ ഭൂമിയിൽ ഭയങ്കരമായ മൂല്യച്യുതി ഉണ്ടാക്കുകയാണ്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, സത്യത്തിന് വിലയില്ല, അങ്ങനെ ഒരുപാട് ഒരു റോങ് ഡയറക്ഷനിൽ ഭൂമി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ദേവകൾക്കെല്ലാം ഇതൊരു പ്രശ്നമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു മിത്തോളജിയുടെ ഒരു ക്രക്സ് ഐഡിയ എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ദേവന്മാരെ വർഷിപ്പ് ചെയ്യുമ്പോഴാണ് അവർക്ക് പവറും മറ്റു കാര്യങ്ങളുമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ആൾക്കാർക്ക് മൂല്യച്യുതി ഉണ്ടാവുകയും അവർ ദൈവത്തിൽ വിശ്വസിക്കാതെ ഒക്കെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദേവന്മാർക്കതൊരു വലിയ പ്രോബ്ലമാണ്. അങ്ങനെ ഈ കലിയുടെ റൂള് നടക്കുവാണ്. അപ്പോൾ കലി എന്ന് പറയുന്ന രാജാവും ആ ഒരു ഫാമിലി ഉണ്ടാവുന്നത് ബ്രഹ്മാവ് തന്നെയാണ് അവരെ സൃഷ്ടിക്കുന്നത്. പക്ഷേ അത് വളരെ ഒരു കൺഫ്യൂസിങ് ആയ സ്റ്റോറി ലൈനാണ്. അതെങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മുടെ ഇമോഷൻസിനെ വ്യക്തികളായിട്ട് പിക്ചർ ചെയ്യണം. കലി എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മാവിൻ്റെ ദേഷ്യത്തിൽ നിന്നും വരുന്നതാണ് കലി. പിന്നെ അതിൻ്റെ അകത്ത് ഹിംസയുണ്ട്, ഇത് അധർമ്മയുണ്ട്. അങ്ങനെ അതെല്ലാം ഓരോ സിംഗിൾ വ്യക്തിത്വങ്ങളായിട്ടാണ് ഈ കലിയുടെ ലീനിയേജിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കലിയുടെ റൂള് ഭയങ്കര മോശമായി ഭൂമിയിലൊക്കെ ആകെ പ്രശ്നമായിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും കൂടി ചെന്ന് മഹാവിഷ്ണുവിനെ കാണുകയാണ്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും മഹാവിഷ്ണുവിനെയാണ് പോയി കാണുന്നത്. കാര്യം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള 3 പില്ലേഴ്സ് ഓഫ് എക്സിസ്റ്റൻസ്. ക്രിയേഷൻ എന്ന് പറയുന്നത്, സൃഷ്ടി ഹാൻഡിൽ ചെയ്യുന്നത് ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ബ്രഹ്മാവാണ്. സ്ഥിതി, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, കറൻ്റ്ലി ഇവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നതും അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്ന എല്ലാം മഹാവിഷ്ണുവാണ്. സംഹാരം എന്ന് പറഞ്ഞാൽ ഈ ക്ലിയർ ഓഫ് ചെയ്യുന്ന പരിപാടിയെല്ലാം നോക്കുന്നത് മഹാദേവനാണ്. അങ്ങനെ 3 ആൾക്കാർക്കാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാവും ബാക്കി ദേവകളും എല്ലാം കൂടെ നമ്മുടെ മഹാവിഷ്ണുവിനെ പോയി കാണുവാണ്. കണ്ടിട്ട് പറയുവാണ്, ഇത് ആകെ പ്രശ്നമായിരിക്കുകയാണ്, ഭൂമിയിലുള്ള ഒരാൾക്കാരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ. മഹാവിഷ്ണു പറയുന്നത് കുഴപ്പമില്ല, എല്ലാ തവണത്തെയും പോലെ ഞാൻ പോവാം, സംഭവങ്ങളൊക്കെ റെഡിയാക്കാം എന്ന് പറയുവാണ്. അങ്ങനെ മഹാവിഷ്ണു വിഷ്ണു യശസ്സിൻ്റെയും എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, വിഷ്ണു യശസ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെ, സുമതി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയുടെയും മകനായിട്ട് ശംഭള എന്ന് പറയുന്ന ഗ്രാമത്തിൽ കൽക്കിയായിട്ട് ജനിക്കുവാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ നിന്നാണ് ഈ കൽക്കി എന്നുള്ള പേര് വരുന്നത്.
അങ്ങനെ കൽക്കി ഇതൊക്കെ ഈ മഹാഭാരതത്തിൻ്റെ അവസാനം പറയുന്നതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന്. അപ്പോൾ ഇവരുടെ മകനായിട്ട് ജനിക്കുന്ന കൽക്കി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. പിന്നെ ഈ എല്ലാ വിദ്യകളും എന്ന് വെച്ചാൽ ഈ പഠിത്തത്തിൻ്റെ ജ്ഞാനം, ധർമ്മം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നു. പിന്നെ എല്ലാ ഗതാവിദ്യ, അസ്ത്രവിദ്യ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അങ്ങനെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുള്ളി ശിവഭക്തനാവുകയാണ്. ഭയങ്കരമായി ശിവനെ പ്രാർത്ഥിക്കുന്നു. മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ മഹാദേവനെ പ്രാർത്ഥിക്കും. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഈ കൽക്കിക്ക് ഒരു വെള്ളക്കുതിരയെ പിന്നെ വരമായി കൊടുക്കുകയാണ്. മിന്നൽ വേഗത്തിൽ പായുന്ന ഒരു വെള്ളക്കുതിരയെ വരമായിട്ട് കൊടുക്കുകയാണ്. അത് ഗരുഡൻ്റെ ഒരു അവതാരം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് അതിനകത്ത്. അങ്ങനെയുള്ള ആ കുതിരയുടെ പുറത്ത് ഈ കലി എന്ന് പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കലി എന്ന് പറയുന്ന പിന്നെ ഈ കൽക്കിക്ക് പിന്നെ ബാക്കിയുള്ള ബ്രാഹ്മണരും പിന്നെ ബാക്കിയുള്ള കിങ്സും എല്ലാം വന്നിട്ട് അവരും ഈ പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വച്ചിട്ട് ഈ കലി എന്ന് പറയുന്ന രാജാവിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കഥ. അത് കഴിഞ്ഞ് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭൂമിയിൽ പിന്നെ ധർമ്മത്തിൻ്റെ റീക്രിയേഷൻ ഉണ്ടാക്കി അധർമ്മികളായ ആൾക്കാരെ കംപ്ലീറ്റ് വധിച്ചു. അത് കഴിഞ്ഞ് മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് കൽക്കി അവതാരത്തിൻ്റെ ഒരു ക്രക്സായിട്ടുള്ള സ്റ്റോറിയാണ്. ഈവൻ കൽക്കി പുരാണം പോലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന 18 മഹാപുരാണങ്ങളിൽ ഒന്നല്ല കൽക്കി പുരാണം. കൽക്കി പുരാണം അതിന് ശേഷം എഴുതപ്പെട്ടാണ്. ഉപപുരാണങ്ങളിൽ ഒന്നായിട്ടാണ് കൽക്കി പുരാണത്തിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ കൽക്കി പോകുമ്പോൾ കലിയുഗം അവസാനിക്കുന്നില്ല. കലിയുഗം പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞ് മഹാപ്രളയം സംഭവിച്ച് കലിയുഗം അവസാനിക്കുകയാണ്. പ്രളയം പോലും ശരിയും 4 ആറ്റ് തിരിച്ചിട്ടുണ്ട്. നിത്യപ്രളയം, പിന്നെ ആത്യന്തിക പ്രളയം, ബ്രഹ്മപ്രളയം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു ട്രാക്കാണ്. അപ്പോൾ ഇതാണ് ശരിക്കും കൽക്കിയുടെ ഒരു സ്റ്റോറിയിൽ. കൽക്കിക്ക് മക്കളുണ്ട്. അപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭഗവാൻ വീണ്ടും ഭൂമിയിൽ വരികയും ഈ ധർമ്മം തിരിച്ച് സ്ഥാപിക്കുന്നു എന്നുമാണ് ഈ ഒരു കൽക്കി ഐഡിയോളജിയുടെ കൽക്കിയുടെ അവതാരത്തിൻ്റെ ഐഡിയോളജി പറയുന്നത്. ഈ കലിയുഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ചും കലിയുഗത്തിൻ്റെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചും ഒരുപാട് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ദ്വാപരയുഗത്തിൻ്റെ അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ ജരൻ എന്ന് പറയുന്ന വേടൻ്റെ അമ്പേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ മരണം കഴിഞ്ഞിട്ട് അവിടം തൊട്ട് കലിയുഗം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ഒരു സെക്ഷൻ ഓഫ് ഹിസ്റ്റോറിയൻസ് പറയുമ്പോൾ, ഇതിനെപ്പറ്റി പഠിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ, മറ്റൊരാൾക്കാർ പറയുന്നത് അങ്ങനെയല്ല. പിന്നെ നമ്മളിപ്പോഴും ദ്വാപരയുഗത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. കലിയുഗം ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായ പിന്നെ ഒരു ബുദ്ധിമുട്ട് ഭൂമിയിലുണ്ടാകും എന്നാണ് അവർ പറയുന്നത്. മേ ബി അതിന് പല പിന്നെ റീസൺസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സമയത്തിൻ്റെ ക്രമം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയത്തിൻ്റെ മൊത്തത്തിൽ 4 ആറ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 ആറ്റ് ഡിവൈഡ് ചെയ്യുന്നതിൽ തന്നെ ഒരു മാത്സ് ഉണ്ട്. ആദ്യത്തെ യുഗമായ സത്യയുഗം ഏതാണ്ട് 16 ലക്ഷം വർഷമുണ്ട്. രണ്ടാമത്തെ യുഗത്തിലേക്ക് വരുമ്പോൾ അത് 12 ലക്ഷം വർഷമേ ഉള്ളൂ. പിന്നീട് ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോൾ അത് 8 ലക്ഷം വർഷമേ ഉള്ളൂ. കലിയുഗത്തിലേക്ക് വരുമ്പോൾ അത് 4,32,000 വർഷമേ ഉള്ളൂ. സോ ഇതിനകത്ത് കുറേ മാത്തമെറ്റിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. അത് നമുക്ക് ഇച്ചിരി പിന്നെ എന്താ പറയുക, ഇച്ചിരി ടഫാണ്. അത് ടഫെന്നല്ല, ഇച്ചിരി നമ്മൾ ഫോക്കസ് ഇട്ട് ഇത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് കണക്റ്റ് ആവുള്ളൂ. പിന്നെ ഈ ടൈം സ്കെയിലിനെ തന്നെ ഇനി ദേവന്മാരുടെ ടൈം സ്കെയിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈം സ്കെയിൽ മനുഷ്യവർഷങ്ങളാണ്. ഈ എത്രയോ മനുഷ്യവർഷങ്ങൾ ചേരുന്നതാണ് ഒരു ദേവവർഷം. എത്രയോ ദേവവർഷങ്ങൾ ചേരുന്നതാണ് ഒരു ബ്രഹ്മവർഷം. എത്രയോ ബ്രഹ്മവർഷങ്ങൾ ചേരുന്നതാണ് ഒരു വിഷ്ണുവർഷം. അങ്ങനെ ഈ ടൈം ഡൈലേഷൻ എന്നൊക്കെ ഉള്ള ഒരു വലിയ ഫിസിക്സ് കോൺസെപ്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്ത് എംബഡഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ എന്നെ പൊങ്കാലിടാൻ വരരുത്. ഞാൻ ഈ പറയുന്ന കഥകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നും ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതല്ല. നമ്മൾ വായിച്ചുള്ള അറിവിൽ നിന്നും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടൈം ഡൈലേഷൻ കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് പല ദേവന്മാരെയും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. മനുഷ്യരുടെ കാലത്തിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ അവസാനം വരുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൽക്കി. ഒരു റീസെറ്റിംഗ് ഏജൻ്റാണ് ശരിക്കും കൽക്കി എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ
ഇതിൻ്റെ റിയലിസ്റ്റിക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും റിയലിസ്റ്റിക് നമുക്ക് തോന്നും. അതായത് വെള്ള കുതിരപ്പുറത്ത് ഒരാൾ വരികയും അതൊക്കെ അന്നത്തെ രീതിയിൽ നമ്മൾ അന്നത്തെ രീതിയിൽ എഴുതിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഐഡിയോളജി മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്യാം. അതിൻ്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിൽ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഈ സിനിമയിലേക്ക്, ഈ കൽക്കി എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് നമുക്കൊന്ന് വരാം. ഈ സിനിമയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അറിയാവുന്ന അമിതാഭ് ബച്ചനാണ് അശ്വത്ഥാത്മാവിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ കാലാകാലങ്ങളായി പിന്നെ അശ്വത്ഥാത്മാവ് ഈ ബീങ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ, അതായത് മരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വരത്തിനേക്കാളും അതൊരു ശാപമാണ്. ഈ മെമ്മറീസ്, പിന്നെ ഈ നമുക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം മരണപ്പെട്ടു പോകുമ്പോഴും പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സിസ്റ്റൻസാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന ആളാണ് അശ്വത്ഥാത്മ. പിന്നെ അതിൻ്റെ കൂടെയുള്ള വേറെ ബുദ്ധിമുട്ടുകൾ വേറെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ സിനിമയിൽ കാണിക്കുന്ന കാലത്ത് ഇപ്പോൾ ഒരു ഡൈസ്റ്റോപ്പിൻ ഇറയാണ്. അതായത് ഭൂമിയിൽ നമ്മൾ കാണുന്ന ഒരു വേൾഡ് ഓർഡർ ഉള്ള ഒരു സമയമല്ല. ആ ഓർഡർ കംപ്ലീറ്റ് പോയി. പിന്നെ മേ ബി ഒരു ന്യൂക്ലിയർ വാർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം, ഒരു ഏലിയൻ അറ്റാക്കോ ന്യൂക്ലിയർ വാറോ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ആ വേൾഡ് ഓർഡർ ഇപ്പം നിലനിൽക്കുന്നില്ല. ലൈക്ക് ഒരു ഡൈസ്റ്റോപ്പിയൻ എക്സിസ്റ്റൻസ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളുടെയൊക്കെ വളരെ ഹൈ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു AI ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിമാണ് ഈ സിനിമയിൽ നമുക്ക് ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് അറിയാതിരിക്കാം കൽക്കിയുടെ അവതാരം വരാൻ സമയമായി എന്ന്. സോ ദർ മൈറ്റ് ബി 2 ways you can go. One is like ഓക്കെ, ഇത്രയും കാലം ഞാൻ വന്നു, അപ്പോൾ എനിക്കിനി പിന്നെ ഒരു നല്ല മനുഷ്യനാകണമെന്ന് അശ്വത്ഥാത്മാവിനൊരു തിരിച്ചറിവുണ്ടായിട്ട് പുള്ളി ഈ കൽക്കി എന്ന് പറയുന്ന ആളുടെ വരവിനെ സ്റ്റോപ്പ് ചെയ്യുന്ന, ട്രൈ ചെയ്യുന്ന എലമെൻസിനെ പിന്നെ തടയുന്ന ആളായിരിക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജഡ്ജ്മെൻ്റ് ഡേയിൽ അർണോൾഡ് ഷ്വാസ്നേഗറുടെ റോളായിരിക്കും ഏതാണ്ട് ഈ അശ്വത്ഥാത്മാവിന് വരുന്ന റോൾ. അതായത് അങ്ങനെ ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ പുള്ളി തന്നെ ആയിരിക്കും ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾ. അതായത് ഈ ബർത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. ബിക്കോസ് ഹീസ് എ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഈവിൾ. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മാത്രമേ ആ ഒരു എലമെൻറ്റ് നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഇനി ആരാണ് കൽക്കി എന്നുള്ളത് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, ആ ട്രെയിലറിൽ നിന്നും ദീപിക പദുകോൺ പിന്നെ പ്രസവിക്കാൻ പോകുന്ന കുട്ടിയാണ് കൽക്കി എന്നുള്ളത് ഒരു ആംഗിള്. പിന്നെ അതിൻ്റെ പോസ്റ്ററിൽ നിന്നും പറയുന്നത് ഹീറോസ് ആർ നോട്ട് ബോൺ, ഹീറോസ് റൈസ് എന്നൊക്കെ ഉള്ള ഒരു ടാഗ് ലൈൻ. അതിൽ നിന്നും പ്രഭാസിൻ്റെ ക്യാരക്ടറായിരിക്കാം, അല്ലെ പ്രഭാസ് ഒരു പക്ഷേ ഈ കൽക്കിയുടെ പ്രൊട്ടക്ടറായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എലമെൻസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. കൽക്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ 2898 AD എന്ന് പറയുമ്പോൾ ഇന്നേക്ക് ഏതാണ്ട് 1000 വർഷം കഴിഞ്ഞ് ഉള്ള ഒരു കാലത്തിനെ പറ്റിയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ അന്ന് എന്ത് സംഭവിക്കുന്നു, കൽക്കി വരുന്നു, എങ്ങനെ റീസെറ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ ഇരിക്കും. അപ്പോൾ പുരാണത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിൻ്റെ ഒരു 1 ലൈനിലായിരിക്കും ഈ സിനിമയുടെ ഒരു 1 ലൈൻ പോകുന്നത്. അതൊരു വലിയ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൽക്കി എന്ന് പറയുന്ന അവതാരത്തിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഥയും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.